ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് അസ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ ആണ്, March 21. അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായി. ഇനി വേണം അമ്പലത്തിലേക്ക് പോകാൻ. എൻ്റെ സൗണ്ടൊക്കെ പോയി, കാരണം തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചിട്ട് അപ്പം മഞ്ഞൊക്കെ കൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടാണ് ഉണ്ടായത്. അതാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്, വോയിസ് ഇടാതെ. അപ്പോൾ റെഡിയായി, ഇനി ഇറങ്ങണം. അപ്പോൾ ഇറങ്ങാൻ പോകുമ്പോൾ ആൻറ്റി പറഞ്ഞു ഞാനും വരാം. അപ്പോൾ ഞാൻ ആൻറ്റീനെയും കൂട്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഉത്സവ സമയത്താണ് അധികം ബർത്ത്ഡേസ് വരാറുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സന്തോഷമാണ് ഉത്സവ സമയത്ത് അമ്പലത്തിലേക്ക് ബർത്ത്ഡേൻ്റെ ദിവസം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിൽ ഫോൺ അലൗഡഡ് അല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രായമുള്ള ഒരു പൂജാരി ഉണ്ടായിരുന്നു, ഒരു അച്ഛന്. അപ്പം ബർത്ത്ഡേ ആന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുല്ലപ്പൂവൊക്കെ തന്നു, നല്ല മണമുള്ള ഒരു അടിപൊളി മുല്ലേൻ്റെ ഒരു മാല. അപ്പം ഞാനത് മുടിയിലൊക്കെ ചൂടി, പിന്നെ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ഒന്ന് പുറത്തുനിന്ന് ഈ ഡെക്കറേഷൻസിൻ്റെ അടുത്തൊക്കെ നിന്നൊന്ന് ഷോ ഒക്കെ കാണിച്ച് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു, സെൽഫിയൊക്കെ എടുത്തിട്ട് മെല്ലനെ അവിടെ നിന്ന് ഇറങ്ങി പാൻറ്റിക്ക് ഒന്ന് ഐബ്രോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർലറിൽ കയറി. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു, കാരണം അത്രയും നേരം എനിക്ക് ബോറിങ് ആകുന്നതുകൊണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറായി തുടങ്ങിയിരുന്നു. എത്രയാണെന്ന് വെച്ചിട്ട് അന്ന് കുറേ സമയം നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇരുന്നു ഇങ്ങനെ കുറച്ച് ഷോ ഒക്കെ ഇവിടെ നിന്ന് കാണിച്ചത്. ഇതാണ് മുല്ലപ്പൂ, ആ മുല്ലപ്പൂ ഒക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ദെൻ നമ്മൾ ഉച്ചക്ക് ഫുഡ് കാർത്തികേന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പം നേരെ ഒരു ഓട്ടോ എടുത്ത് ഞാനും ചേച്ചിയുടെ മോളും ഈ ഓട്ടോ കയറി, ബാക്കി എല്ലാവരും അപ്പുറത്തെ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് എത്താൻ പോവുകയാണ്. അപ്പം അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാർത്തികയിലെത്തി. ഇനി നേരെ ഇത് ഫസ്റ്റ് ഫ്ലോർ താഴെയുണ്ട്, മേലേക്കാണ് പോയത്, AC ഫ്ലോറിലേക്ക്. അപ്പോൾ ഒരു കല്ലുമ്മക്കായി പൊരിച്ചതും ഞാൻ ചോറും കറിയും മതി എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും കുറച്ചാൾ ബിരിയാണി അയച്ചു. അപ്പോൾ അടിപൊളി ചോറും കറിയും സദ്യ പോലെ തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിലോട്ടേക്ക് പോയി. നമ്മുടെ ക്യാപിറ്റൽ മാളിൽ ട്രെൻഡ്സ് കയറിയിരുന്നു. എനിക്ക് കളക്ഷൻസ് തീരെ ഇഷ്ടമായില്ല. പിന്നെ സ്റ്റാഫിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേ ഓഫ് നമ്മളോടുള്ള ഒരു ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ദെൻ നമ്മൾ നേരെ മാക്സിലേക്ക് പോയി. മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. റംസാൻ വിഷു പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഞാനൊരു 3-4 ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഗിഫ്റ്റ് ആയിരുന്നു ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ നേരെ നമ്മുടെ കണ്ണൂരിലെ സ്റ്റേഷൻ റോഡിൽ നമ്മളെ സ്വന്തം ഷീൻ ബേക്കറി പോയി ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കേക്കാണ് മേടിച്ചത്, വലുതൊക്കെ മേടിച്ച് വേസ്റ്റ് ആവുന്നതുകൊണ്ട് വെറുതെ അധികം ആരും കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കേക്ക് മേടിച്ച് ഞാനും ചേച്ചിയുടെ മക്കളും കൂടി ചേർന്നിട്ടാണ് മുറിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ വിഷൊക്കെ പാടുന്നുണ്ട്. പാട്ടൊക്കെ കുറച്ച് ബോറായതുകൊണ്ടാണ് അതും ഒന്നും ഞാൻ ഇടാതെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുത്തു. ഇതാണ് അമ്മക്ക് കേക്ക് കൊടുത്തു. അപ്പം ഇതാണ് ആൻറ്റി. ഇപ്പം ആൻറ്റിക്കും കേക്ക് കൊടുത്തു. ആരും എനിക്ക് കേക്ക് തന്നില്ല, എല്ലാവരും കഴിച്ച് സുഖമായിട്ട് പോയി. പിന്നെ ഒരു സന്തോഷമല്ലേ, അങ്ങനെ ഇപ്പം നിർബന്ധമൊന്നുമില്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. പിന്നെ ചേച്ചീനെ ഞാൻ വിളിക്കുന്നുണ്ടായത്. അപ്പോൾ ചേച്ചിക്ക് കേക്ക് കൊടുത്തു. ചേച്ചിയാ വീഡിയോ എടുത്തത് അത്രയും സമയത്ത്. ഇപ്പം മോനെ കൊടുത്തിട്ട് മോനെ എടുക്കുന്നത്. അപ്പം ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിൽ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ കൊന്നപ്പൂ ഉണ്ടായിന്. എന്തൊരു ഭംഗിയാണ്. ഇപ്രാവശ്യത്തെ കൊന്നപ്പൂവൊന്നും വിഷുവിന് കിട്ടൂല, ഇപ്പോഴേ ഉണ്ടായി തീരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു പയ്യാമ്പലം ബീച്ചിലേക്ക്. കുട്ടികൾക്ക് ബീച്ചിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബീച്ചിലൊക്കെ വന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് കുട്ടികളൊക്കെ കുറേ നേരം കളിച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ച്, ഡോഗൊക്കെ ഉണ്ടായിരുന്നു. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഞാനും അമ്മയും കുട്ടികളൊക്കെ പുഴിയിലൊക്കെ പേരൊക്കെ എഴുതി, പണ്ട് ചെറുപ്പത്തിലുള്ള പോലെ അതൊക്കെ എഴുതി. ഭയങ്കര ജോളിയായിരുന്നേ. പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടകത്തിൽ കയറണോ വേണ്ടതെന്ന് 2 മനസ്സിൽ നിൽക്കുമ്പം ചേച്ചി വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒട്ടകത്തിൽ കയറാമെന്ന് പറഞ്ഞു. ഇതു ചേച്ചീൻ്റെ മോൻ പേരൊക്കെ എഴുതി വെക്കുന്ന അമ്മേൻ്റെ സജിതാന്ന്. വെറുതെ ഒരു രസമല്ലേ, അമ്മയൊക്കെ ഇതൊക്കെ മത്സരിച്ച് പേരെഴുതുന്നുണ്ട്. പിന്നെ ഒരു ഡോഗ് വെള്ളത്തിൻ്റെ അങ്ങോളം പോയി. ഞാൻ വിചാരിച്ചു അതങ്ങ് എത്തുന്നു, പക്ഷേ ഇല്ല, ചൂടുകൊണ്ടായിരിക്കണം എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവരും ഒരു എന്താ പറയുക ഇത് തന്നെയല്ലേ, അപ്പം അവർക്കും ചൂടും എല്ലാം നമ്മളെപ്പോലെ തന്നെ എല്ലാം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒത്തിരി കുറവായിരുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഒട്ടകത്തിലേക്ക് കയറാൻ പോയി. ഇപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് കയറാത്തതുകൊണ്ടാണ് ഞാൻ കൂടെ കയറിയത്. ബാക്കോട്ടിരിക്കാൻ അത്യാവശ്യം നന്നായി പാടുപെട്ടു ഗൈസ്. എന്നിട്ടാണ് ആദ്യം മുന്നേ ഒരിക്കൽ ഞാനും ചേച്ചിയും കയറിയായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ഒട്ടക സവാരിയാണ്. അപ്പം അന്ന് കുറച്ച് പേടിച്ചിരുന്നു, ഇന്ന് അത്ര പേടിയില്ല. അപ്പോൾ മോക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ മോളൊരു കൈ കൊണ്ട് പിടിച്ചത്.
നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പേടിച്ചിട്ടാണ് എന്ന് പിടിച്ചത് എന്ന്. ഇല്ല, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഒന്നുമില്ല. പൂഴിയായതുകൊണ്ട് നിലത്ത് വീണാലും പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒട്ടക സവാരി ഒരു റൗണ്ട്സ് ഒരു ഏറ്റം വരെ പോയിട്ട് പെർ പേഴ്സൺ 100 റുപ്പീസാണ് മേടിച്ചത് ഒട്ടകത്തിന്. ഇപ്പോൾ കഴിഞ്ഞു, ഒട്ടക സവാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ചേട്ടന് പൈസ കൊടുത്തു. അപ്പോൾ ബാക്കിൽ കുറേ ഫാമിലി കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്മേൻ്റെ തറവാട്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് പരിപ്പോടെയൊക്കെ മേടിച്ചു. അതൊക്കെ തിന്നിരുന്നു. പിന്നെ അവിടെ നിന്ന് കളിച്ചതിന് ശേഷം അതൊക്കെ തിന്ന് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ആയിട്ടിരുന്നു. പിന്നെ ഒരു മാംഗോ ബാർ മേടിച്ച് അതൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസം. നമ്മൾ സത്യം പറഞ്ഞാൽ ഫുൾ ഡേ അടിച്ചു പൊളിച്ചു സത്യം പറഞ്ഞാൽ വന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ